പൊതുചിത്രം ഒന്ന് പരിശോധിക്കാം. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇരു മുന്നണികളെയും മാറി മാറി തുണച്ച മണ്ഡലമാണ് ആറന്മുള എന്ന് കാണാം. 9 തവണ കോൺഗ്രസ് മുന്നണിയെയും 7 തവണ ഇടതു മുന്നണിയെയും ആറന്മുള ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ആറന്മുളയും നാരങ്ങാനവും ഉൾപ്പെടെ 12 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. ഇതിൽ 7 പഞ്ചായത്തുകൾ നിലവിൽ LDFന്റെ കൈവശമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച UDF കൊടുങ്കാറ്റിനിടയിലും മണ്ഡലത്തിലെ പകുതിയിലേറെ പഞ്ചായത്തുകൾ LDFനൊപ്പം നിന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 2 പഞ്ചായത്തുകളാണ് UDFും NDAയും ഭരിക്കുന്നത്. എന്നാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ UDF അട്ടിമറി വിജയവും നേടുകയുണ്ടായി. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ആറന്മുള. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ഇതേ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വോട്ടുകളിൽ കഴിഞ്ഞ 2 തവണയും വീണ ജോർജ് വിള്ളൽ വീഴ്ത്തിയെന്നത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ആരോഗ്യമന്ത്രി മത്സരിക്കുന്നു എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളും വീഴ്ചകളും മണ്ഡലത്തിൽ ഒരുപോലെ ചർച്ചയാകുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആരോഗ്യമന്ത്രി കൂടി ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ സജീവ ചർച്ച ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നെയാണ്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറന്മുള. കേസിലെ പ്രതി കൂടിയായ പത്മകുമാറിന്റെ പേരിൽ എന്ത് നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള ചോദ്യം LDFനെതിരെ UDFും NDAയും നിരന്തരമായി ഉയർത്തുന്ന മണ്ഡലം കൂടിയാണ് ആറന്മുള. അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുടെയും ചിത്രം ഒന്ന് സമഗ്രമായി പരിശോധിക്കാം. എന്തൊക്കെയാണ് ഇവരുടെ അനുകൂല ഘടകങ്ങൾ, എങ്ങനെയാണ് ഇവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ആദ്യം പോകുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വീണ ജോർജിലേക്ക് തന്നെയാണ്. വീണ ജോർജ് 3ാം തവണയാണ് LDFനെ പ്രതിനിധീകരിക്കാനായി ആറന്മുള മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്തായാലും ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായി ആണ് വീണ ജോർജിന്റെ തുടക്കം എന്നുള്ളത് നമുക്കറിയാം. തുടർച്ചയായി 2 തവണ ആറന്മുളയിൽ നിന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് വീണ വിജയവും നേടിയിട്ടുള്ളത്. ഒപ്പം തന്നെ 2ാം പിണറായി സർക്കാരിൽ ആരോഗ്യം, വനിതാ, ശിശു വികസന വകുപ്പുകളുടെ ചുമതല കൂടി നിർവഹിച്ചിട്ടുണ്ട് വീണ ജോർജ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. CPMന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി കഴിഞ്ഞ കാലങ്ങളിൽ CPM ഉയർത്തിക്കാട്ടിയ വ്യക്തി കൂടിയാണ് വീണ ജോർജ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, 10 വർഷം മണ്ഡലത്തിൽ ഉണ്ടാക്കിയ പൊതു സ്വീകാര്യതയാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്നും ഭൂരിപക്ഷം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന സാഹചര്യം വീണ ജോർജിനുണ്ട്. ഇതൊക്കെ വലിയ ആത്മവിശ്വാസം വീണ ജോർജിനെ സംബന്ധിച്ച് ആറന്മുളയിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിലെ MLA ആണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിവന്ന പ്രവർത്തനങ്ങളും അവിടെ മുതൽക്കൂട്ടാകും വീണ ജോർജിന് എന്നുള്ളതാണ് LDFന്റെ കണക്കുകൾ. ഇനി നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകാം. വീണ ജോർജിൽ നിന്നും മണ്ഡലത്തെ തിരിച്ചുപിടിക്കാനായി കോൺഗ്രസ് രംഗത്തിറക്കുന്നത് കോൺഗ്രസിന്റെ യുവമുഖം കൂടിയായ അബിൻ വർക്കിയാണ്. വളരെ സജീവമായി കേരളത്തിന്റെ വാർത്താ മണ്ഡലങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കി. എറണാകുളം സ്വദേശിയാണ് അബിൻ വർക്കി. KSUവിലൂടെയാണ് തുടക്കം. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിലെ ജനകീയ മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് അബിൻ വർക്കി. അതുകൂടിയാണ് ആറന്മുളയിലേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കുമ്പോൾ UDFന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളിലെ മുൻനിര പോരാളി കൂടിയാണ് അബിൻ വർക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, സജീവ ചർച്ചയായ മണ്ഡലമാണ് ആറന്മുള എന്നുള്ളത് നമുക്കറിയാം. അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്കെതിരെ ഉയർന്ന എല്ലാ പ്രശ്നങ്ങളും മറുഭാഗത്തു നിന്ന് UDFന് വേണ്ടി ശബ്ദമുയർത്തിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയതിൽ ഏറ്റവും സജീവ രംഗത്തുണ്ടായിരുന്ന അബിൻ വർക്കി ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന വീണ ജോർജിനെ നേരിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിൽ. അപ്പോൾ എന്തൊക്കെയാണ് അബിൻ വർക്കിക്ക് മണ്ഡലത്തിൽ അനുകൂല ഘടകമായി വർത്തിക്കുന്നതെന്ന് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ യുവമുഖം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു യുവമുഖത്തെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനായി UDF ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുവമുഖത്തിലൂടെ മണ്ഡലത്തിൽ സജീവ മത്സരം കാഴ്ചവെക്കാനായി ശ്രമിക്കുമ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ ആകർഷിക്കാനുള്ള ശേഷി അബിൻ വർക്കിക്കുണ്ട് എന്നുള്ളതാണ് UDFന്റെ വിലയിരുത്തൽ. ഇനി നമ്മൾ പോകുന്നത് NDA ക്യാമ്പിലേക്കാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് BJPയിലെ കേരളത്തിൽ നിലവിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ കുമ്മനം രാജശേഖരനാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് കുമ്മനം രാജശേഖരൻ. കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം. RSSലൂടെ
രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ വ്യക്തി കൂടിയാണ് കുമ്മനം രാജശേഖരൻ. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മിസോറാമിന്റെ മുൻ ഗവർണറായി പ്രവർത്തിച്ച അനുഭവ പരിചയം കൂടിയുണ്ട് കുമ്മനം. ആറന്മുളയിൽ മറ്റൊരു മത്സരത്തെ നേരിടാനായി വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് NDA ക്യാമ്പിന്റെ കുമ്മനം രാജശേഖരന് അനുകൂലമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്ന് നോക്കുമ്പോൾ പരിസ്ഥിതി പ്രക്ഷോഭങ്ങളുടെ പ്രധാന മുഖമായി കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് അഡ്വാൻറ്റേജായി ഉയർത്തിക്കാട്ടേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ കുമ്മനം ആ മണ്ഡലത്തിൽ മത്സരിക്കാനായി ഇറങ്ങുമ്പോൾ BJPയുടെ കോർ വോട്ടുകൾ പൂർണ്ണമായും സംശീകരിക്കാനുള്ള കഴിവ് കുമ്മനത്തിനുണ്ട് എന്നതുകൂടി NDAയുടെ വിലയിരുത്തലായി അവിടെ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.